ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ വിഷയം മറന്നു പോകരുത്. ദർഗയിലേക്ക് പോകുന്നത്, മഹാന്മാരെ ഖബറിന്റെ അടുത്തിലേക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത് ജൂത സംസ്കാരമല്ല, ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇത് മറ്റൊരു കിതാബാണ്. ഇതാര കിതാബാണറിയോ? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന ബിരുദത്തിൽ അറിയപ്പെടുന്ന ഹാഫിളുദ് ദുനിയ, ഈ പ്രപഞ്ചത്തിലെ ഹാഫിള് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് തഹ്ദീബുത് തഹ്ദീബ്. ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാന്റെ കിതാബാണ്. സ്വഹീഹ് ബുഖാരിക്ക് ലോകത്ത് അറിയപ്പെട്ട വ്യാഖ്യാനമുള്ളത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിന്റെ കിതാബാണ്, ഫത്ഹുൽ ബാരി എന്ന കിതാബാണ്. ആ ഫത്ഹുൽ ബാരി എന്ന കിതാബ് എഴുതിയ മഹാന്റെ കിതാബാണ് തഹ്ദീബുത് തഹ്ദീബ്. അതിൽ അദ്ദേഹം ഉദ്ധരിച്ച ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. മഹാന്മാരുടെ ഖബറിലേക്ക് മഹത്വമുണ്ടോ ഇല്ലേ? നിങ്ങൾ നോക്ക്, അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാലൽ ഹാക്കിമു, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീതു അബാ അലിൻ അൻ-നൈസാബൂരിയ, അബൂ അലി അൻ-നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ ഞാൻ അങ്ങേയറ്റത്തെ വല്ലാത്ത ഒരു ടെൻഷനിലും ബേജാറിലുമായിരുന്നു, വല്ലാത്തൊരു ദുഃഖത്തിലായിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു, ഫിൽ മനാമി, സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയാണ്, ലീ, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആരോട്? അബൂ അലി അൻ-നൈസാബൂരി എന്ന മഹാനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓ അബൂ അലി അൻ-നൈസാബൂരി, സിർ ഇലാ ഖബ്രി യഹ്യ ഇബ്നു യഹ്യ, യഹ്യ ഇബ്നു യഹ്യ എന്ന മഹാന്റെ ദർഗയിലേക്ക് നിങ്ങൾ പോയിക്കോ. വസ്തഗ്ഫിർ, അവിടെ പോയി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോ. വസൽ, അവിടെ പോയി നിന്റെ ആവശ്യം ചോദിച്ചോ. എന്നാ തുഖ്ല ഹാജതുക, നിന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടും. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. എവിടെ? സ്വപ്നത്തിൽ. ഫഅസ്ബഹതു, അബൂ അലി അൻ-നൈസാബൂരി പറയുന്നു, അങ്ങനെ അന്ന് സുബ്ഹിയായി. ഫഫഅൽതു ദാലിക, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഫഖുലിയത് ഹാജതി, എന്റെ ആവശ്യം വീട്ടപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ പറയും, അതൊക്കെ സ്വപ്ന കഥകളല്ലേ, റോലകളല്ലേ, സ്വപ്ന കഥകളൊക്കെ ഇസ്ലാമിൽ തെളിവാണോ? എടോ ചങ്ങായി, ഇത് ഉദ്ധരിക്കുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി, അവിടെ ആവശ്യമുള്ളത്. ഈ കഥ ഉദ്ധരിക്കുന്നത് ഇബ്നു ഹജർ അസ്ഖലാനിയാ. ആ സംഭവം ശിർക്കിന്റെ സംഭവമല്ലേ നിങ്ങളെ വാദപ്രകാരം? എങ്കിൽ അങ്ങനെ ശിർക്കിന്റെ സംഭവം ഇമാമിങ്ങൾ കൊടുക്കുവോ ഒരു കിതാബിൽ? അല്ലെങ്കിൽ കൊടുത്താൽ ഉടനെ പറയൂലേ ഇത് ശിർക്കാണെന്ന്? ഈ മുസ്ലിമീങ്ങളെ കാഫറാക്കാനാണോ ഒരു കിതാബ് എഴുതിയത്? അപ്പൊ അല്ലെങ്കിൽ ഇവർക്ക് കിതാബ് തിരിയില്ല, തൗഹീദ് തിരിയില്ല. ഞങ്ങൾ SKSM എന്ന് പറയുന്ന ഈ വലക്ക ഫുണ്ണാക്ക് എന്ന് പറയുന്ന സംഘടന ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ഒരു ഖുർആൻ ക്ലാസ് എടുത്തു കൊടുക്കുമായിരുന്നു. വലക്ക ക്ലാസ് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ ഒരു ഖുർആന്റെ ആയത്തോത്തി അർത്ഥം വെക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ക്ലാസ് എടുത്തു കൊടുക്കേ? അപ്പോ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇനി നോക്ക്,